ഏപ്രിൽ 25 കേരളത്തിലെ തൃശ്ശൂരിൽ ജനിച്ച വിജയൻ സാർ തന്റെ അസാധാരണമായ കഴിവുകളും കളിശൈലിയും കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നു. കേരള പോലീസ്, മോഹൻ ബാഗൻ, JCT ബിൽസ്, പഗ്വാര, ചർച്ചിൽ ബ്രദേഴ്സ്, FC കൊച്ചിൻ ആൻഡ് ഈസ്റ്റ് ബംഗാൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ലബ്ബുകൾക്കായി അദ്ദേഹം കളിച്ചു. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട വിജയൻ സാറിന്റെ അന്താരാഷ്ട്ര കരിയർ ഇന്ത്യൻ ദേശീയ ടീമിനായി 79 മത്സരങ്ങളും 39 ഗോളുകളും നേടി 1999 സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കപ്പിൽ വിജയിച്ച് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി തീർന്നു. അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ അന്താരാഷ്ട്ര ഗോളുകളിൽ ഒന്നായ ഭൂട്ടാനെതിരെ വെറും 12 സെക്കൻഡിനുള്ളിൽ ഒരു ഗോൾ നേടി ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് 2003 അർജുന അവാർഡും 2025 പത്മശ്രീയും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ വിജയന് ലഭിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യടിയോട് കൂടെ തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം സർ ആൻഡ് പ്ലീസ്. നമസ്കാരം. ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല. വേദിയിലെ വിശിഷ്ടതകളെ, നല്ലവരെയ എൻ്റെ നാട്ടുകാരെ, ഇതൊരു വലിയൊരു സംഭവമാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് പണിത് ഈ ഗവൺമെൻറ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ലാലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്. അവിടെ ഞാനൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലെ ടൂർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്കറിയാം മാലിന്യങ്ങൾ അത്രയും ഡംപ് ചെയ്ത് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അവിടെ ഇരുന്ന് എറണാകുളത്ത് എന്ന് പറയും, ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ലായിരുന്നില്ല. അത്രയും പ്രശ്നങ്ങളായിരുന്നു. അവിടെ ജീവിച്ചിരിക്കുന്ന എൻ്റെ പേരിൽ ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതാണ് വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ. ഇന്ത്യയിൽ എന്നേക്കാളും ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരാളുടെ പേരിലും ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഇല്ല. അതെനിക്ക് വലിയൊരു അഭിമാനമാണ്. ഈ ഗവൺമെൻറ്റിനോട് ഞാൻ എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ സാറ്, ഞാൻ 86 പോലീസിൽ പോയപ്പോൾ അവിടെ ഞാനിപ്പോൾ MK ജോസഫ് സാറുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, DGP ആളാണ്. ആളും കരുണാകരനാണ് എന്നെ പോലീസ് ടീമിൽ എടുത്തത്. അപ്പം എനിക്ക് 17 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചു വന്നപ്പോൾ അന്ന് ജോസഫ് സാർ അങ്ങനെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ പേപ്പറിലും വന്നിട്ടുള്ള അന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മേയർ പറഞ്ഞ പോലെ തന്നെ കുപ്പയെന്നെടുത്ത മാണിക്കാണ് എമ്മിച്ചെന്ന് പറഞ്ഞിട്ട്. അതപ്പുറത്ത് ഒരു കുപ്പയെന്ന് വളർന്നു വന്ന ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ്, അത് ഇത്രയധികം മാലിന്യത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറേ പേര് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വളർന്നു പറയുമ്പോൾ എന്നെ സംബന്ധിച്ചും എൻ്റെ വീട്ടുകാരനെ സംബന്ധിച്ചും എൻ്റെ നാട്ടുകാരനെ സംബന്ധിച്ചും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞങ്ങൾക്ക് സ്പോർട്സുകാർക്ക് ഏറ്റവും വലിയ ഒരു പ്രൗഡ്, അല്ലെങ്കിൽ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അംഗീകാരം തരുമ്പോഴാണ് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത്. അതാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഒരു ഗ്രൗണ്ട്, അതങ്ങനല്ല, അത് ഫുട്ബോള് പ്ലെയറാണോ അങ്ങനെയല്ല, എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും വരാണ്. അത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങളെല്ലാ സ്റ്റേറ്റിലും കളിക്കാൻ പോകണം. ഞാനായാലും ജോബോളായാലും സുരേഷായാലും എല്ലാവരും കളിക്കാൻ പോകുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു സ്റ്റേറ്റും ഇത്രയധികം സ്പോർട്സുകാർക്ക് ജോലി കൊടുത്തില്ല. കാരണം ഞാൻ അന്ന് ഉണ്ടായിട്ടുള്ളതാണ്. കാരണം 600 പേർക്ക് ഫസ്റ്റ് ഗവൺമെൻറ് കയറിയപ്പോൾ, അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇൻ്റർവ്യൂവിലൊക്കെ, ആദ്യമായിട്ടാണ് ഇത്രയധികം ആൾക്കാർക്ക്, ഇത്രയും സ്പോർട്സുകാർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. കാരണം ഒരു യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി 3rd സ്ഥാനം വന്നാൽ, മെഡൽ വന്നാൽ,
ആൾക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു അംഗീകാരമാണ്. അവരുടെ ഫാമിലി സെറ്റാവാണ്. അതാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് പ്രണാം ഞാൻ ശിരസ്സുതാക്കുന്നു. അതേപോലെ തന്നെ ഈ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു തന്ന മിനിസ്റ്ററോടും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എൻ്റെ ബാക്കിൽ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. ഇതായിരിക്കുന്നു എൻ്റെ വൈഫാണ് രാജി. എന്നെ ഇവിടെ ഇപ്പോൾ കളിക്കുന്ന സമയത്തായാലും കളി റിട്ടയർഡ് ആയിട്ടായാലും ഇപ്പോഴായാലും എൻ്റെ വൈഫാണ്. എൻ്റെ 3 പേരക്കുട്ടികളാണ് എനിക്ക്. എൻ്റെ പേരക്കുട്ടികളെ നോക്കണതും എൻ്റെ പിള്ളേരെ 3 പിള്ളേരാണ്. പിള്ളേരെ നോക്കണം ഒറ്റ ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേര് ഒരേമാതിരിയാണ്. എൻ്റെ ബാക്ക് ബോണാണ്. എനിക്ക് ഇത്രയും നല്ലൊരു സ്റ്റേഡിയം ഈ ഗവൺമെൻറ് പേരിൽ തന്നതിന് ഞാൻ അധികമായ സന്തോഷത്തോടെയും എൻ്റെ ശിരസ് താത്തുന്നു. താങ്ക് യു വെരി മച്ച് എൻ്റെ നാട്ടുകാരോട്.